ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ അമ്മമാർക്കും സ്വാഗതം. എൻ്റെ കുഞ്ഞിന് ഒട്ടും തടിയില്ല, കവിളൊക്കെ ഒട്ടിയിരിക്കുകയാണ്, പ്രായമനുസരിച്ചുള്ള തൂക്കമില്ല. നമ്മുടെ നാട്ടിലെ 90% അമ്മമാരും പറയുന്ന പരാതിയാണിത്. ഈ ഒരു വീഡിയോ നിങ്ങൾ എനിക്കായി മാറ്റിവെച്ചാൽ നിങ്ങളുടെ എല്ലാ ആശങ്കകൾക്കും ശാസ്ത്രീയമായ പരിഹാരം ഞാൻ പറഞ്ഞു തരാം. ഒരു നേഴ്സ് എന്ന നിലയിൽ ആശുപത്രിയിൽ വരുന്ന നൂറുകണക്കിന് അമ്മമാരോട് ഞാൻ സംസാരിക്കാറുണ്ട്. പലരും കുഞ്ഞിന് തൂക്കം കൂടാൻ പരസ്യത്തിൽ കാണുന്ന പ്രോട്ടീൻ പൗഡറുകളും ടോണിക്കുകൾക്കും പിന്നാലെ പോകുന്നവരാണ്. എന്നാൽ യഥാർത്ഥ പ്രശ്നം കുഞ്ഞിന് ആഹാരം നൽകാത്തതല്ല, മറിച്ച് ശരിയായ പോഷണം എന്താണെന്ന് അറിയാതെ കൊടുക്കുന്നതാണ്. ഇന്ന് നമ്മൾ കുഞ്ഞിൻ്റെ തൂക്കക്കുറവിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ മുതൽ വീട്ടിൽ ഉണ്ടാക്കാവുന്ന ഭക്ഷണങ്ങൾ വരെ എല്ലാം ഡീറ്റെയിൽഡായി ചർച്ച ചെയ്യാം. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു വ്യക്തമായ ഐഡിയ കിട്ടും. വീഡിയോ പൂർണ്ണമായും കാണുവാൻ ശ്രമിക്കുക. ആദ്യമായി തൂക്കക്കുറവിൻ്റെ പ്രധാന കാരണങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് കുട്ടിക്ക് തടി വയ്ക്കാത്തത്? ഇതിന് പ്രധാനമായും 5 കാരണങ്ങളാണ് ഉള്ളത്. ആദ്യമായി കലോറി കുറഞ്ഞ ഭക്ഷണമാണ്. അതായത് കുഞ്ഞ് വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നുണ്ടാകാം, പക്ഷേ ഇതിൽ കലോറി കുറവാണെങ്കിൽ തൂക്കം കൂടില്ല. ഉദാഹരണത്തിന് വെറും ചോറോ കഞ്ഞിവെള്ളമോ മാത്രം നൽകിയാൽ വയർ നിറയുമെന്നല്ലാതെ ഭക്ഷണത്തിന് ആവശ്യമായ കൊഴുപ്പ് ലഭിക്കില്ല. രണ്ടാമതായി ജനിതക ഘടകങ്ങളാണ്. അതായത് കുഞ്ഞിൻ്റെ അച്ഛനോ അമ്മയോ ചെറുപ്പത്തിൽ മെലിഞ്ഞ പ്രകൃതമായിരുന്നുവെങ്കിൽ കുഞ്ഞിനും അങ്ങനെ ആകാൻ സാധ്യതയുണ്ട്. ഇതിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. കുഞ്ഞ് ആക്റ്റീവ് ആണെങ്കിൽ അത് നോർമലാണ്. മൂന്നാമതായി വിരശല്യമാണ്. കുഞ്ഞ് നന്നായി ആഹാരം കഴിക്കുന്നുണ്ട്, പക്ഷേ അത് ശരീരത്തിന് പിടിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം കുഞ്ഞിൻ്റെ വയറ്റിൽ വിരകളുണ്ട് എന്നാണ്. കുഞ്ഞ് കഴിക്കുന്ന പോഷകങ്ങൾ മുഴുവൻ ഈ വിരകൾ കൊണ്ടുപോകുന്നു. കൃത്യമായ ഇടവേളകളിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഡീവോമിംഗ് ടാബ്ലറ്റ് നൽകേണ്ടത് അത്യാവശ്യമാണ്. അടുത്തതായി അടിക്കടിയുള്ള അസുഖങ്ങളാണ്. ഓരോ തവണ പനിയോ ജലദോഷമോ വരുമ്പോഴും കുഞ്ഞിന് കിട്ടിയ തൂക്കവും നഷ്ടപ്പെടും. പ്രതിരോധശേഷി കുറഞ്ഞ കുട്ടികളിൽ ഇത് സാധാരണയാണ്. അടുത്തതായി മാൽ അബ്സോർഷൻ, അതായത് ആഗിരണത്തിലെ പ്രശ്നങ്ങളാണ്. ചില കുട്ടികൾക്ക് അവർ കഴിക്കുന്ന ആഹാരം ദഹിപ്പിക്കാനോ അതിലെ പോഷകങ്ങൾ രക്തത്തിലേക്ക് എടുക്കാനോ സാധിക്കില്ല. ഇത് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കാരണമാകും. പ്രായമനുസരിച്ചുള്ള തൂക്കത്തിൻ്റെ കണക്ക് എങ്ങനെ പരിശോധിക്കാം? ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. നിങ്ങളുടെ കുഞ്ഞിന് കൃത്യമായ തൂക്കമുണ്ടോ എന്ന് എങ്ങനെ സ്വയം പരിശോധിക്കാം? പ്രായമനുസരിച്ചുള്ള തൂക്കത്തിൻ്റെ കണക്കാണ് ഇനി വിവരിക്കാൻ പോകുന്നത്. ജനിച്ച സമയത്ത് ഒരു സാധാരണ കുഞ്ഞ് 2.5 കിലോ മുതൽ 3.5 കിലോ വരെ തൂക്കത്തോടെയാണ് ജനിക്കുന്നത്. ആദ്യത്തെ 3 മാസം, അതായത് ഓരോ മാസവും കുഞ്ഞ് 800 ഗ്രാം മുതൽ 1 കിലോ വരെ തൂക്കം വയ്ക്കണം. 5 മുതൽ 6 മാസം വരെ കുഞ്ഞിൻ്റെ ജനനസമയത്തെ തൂക്കം എത്രയായിരുന്നോ അതിൻ്റെ ഇരട്ടി, അതായത് ഡബിൾ ആയിരിക്കണം ഈ സമയത്ത്. അതായത് 3 കിലോയിൽ ജനിച്ച കുട്ടിക്ക് 6 മാസം ആകുമ്പോൾ 6 കിലോ വരണം. 1 വയസ്സാകുമ്പോൾ ജനനസമയത്തെ തൂക്കത്തിൻ്റെ 3 ഇരട്ടി, ട്രിപ്പിൾ ആയിരിക്കണം. അതായത് 3 കിലോയിൽ ജനിച്ച കുട്ടിക്ക് 1 വയസ്സിൽ 9 കിലോ എങ്കിലും മിനിമം വേണം. 2-ാം വയസ്സിൽ ജനനസമയത്തെ തൂക്കത്തിൻ്റെ 4 ഇരട്ടി ആയിരിക്കണം. ഇതിൽ നിന്നും വലിയ വ്യത്യാസമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചികിത്സ തേടേണ്ടതുള്ളൂ. അല്ലാതെ അയൽപ്പക്കത്തെ കുട്ടിയെ നോക്കി എൻ്റെ കുട്ടിക്ക് തടിയില്ല എന്ന് വിഷമിക്കരുത്. തൂക്കം കൂടാനുള്ള സൂപ്പർ ഫുഡുകളെക്കുറിച്ച് പരിചയപ്പെടാം. തൂക്കം കൂടാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ നൽകുമ്പോൾ അതിൽ ഹൈ കലോറി, ഹൈ പ്രോട്ടീൻ നിറഞ്ഞതായിരിക്കണം. ആദ്യമായി നെയ്യും വെണ്ണയുമാണ്. ഓരോ തവണ കുഞ്ഞിന് ഭക്ഷണം നൽകുമ്പോഴും അതിൽ 1/2 സ്പൂൺ ശുദ്ധമായ നെയ്യ് ചേർക്കുക. ഇത് തടി വയ്ക്കാൻ സഹായിക്കും. രണ്ടാമതായി ഏത്തക്കായ പൊടിയാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. കാർബോഹൈഡ്രേറ്റ് ധാരാളം ഉള്ളതുകൊണ്ട് കവിൾ വീർക്കാൻ ഇത് സഹായിക്കും. മൂന്നാമതായി മുട്ടയുടെ മഞ്ഞയാണ്. 8 മാസം കഴിഞ്ഞ കുട്ടിക്ക് മുട്ടയുടെ മഞ്ഞ വേവിച്ച് നൽകുന്നത് പ്രോട്ടീൻ ലഭിക്കാൻ ഉത്തമമാണ്. അടുത്തതായി ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ച് നെയ്യും ചേർത്ത് നൽകുന്നത് കുഞ്ഞുങ്ങൾക്ക് വണ്ണം വയ്ക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴിയാണ്. അടുത്തതായി ഡ്രൈ ഫ്രൂട്ട്സ് പൗഡറാണ്. അണ്ടിപ്പരിപ്പ്, ബദാം, പിസ്ത എന്നിവ പൊടിച്ച് കുറുക്കുകളിൽ ചേർത്ത് നൽകാം. പുതിയ
ഭക്ഷണ സാധനങ്ങൾ കുട്ടിക്ക് കൊടുത്തു തുടങ്ങുമ്പോൾ അതിൽ അലർജി ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നൽകാം. തുടർച്ചയായി 3 ദിവസം കുറേശ്ശെ നൽകി നോക്കുക. അതിൽ കുഞ്ഞിന് അലർജി ഇല്ലെങ്കിൽ ധൈര്യമായി കൊടുത്തു തുടങ്ങാം. അമ്മമാർ ചോദിക്കുന്ന ചില പ്രധാന ചോദ്യങ്ങൾക്ക് മറുപടി നൽകാം. ആദ്യത്തെ ചോദ്യമാണ്, കുഞ്ഞ് ആഹാരം കണ്ടാൽ വായ തുറക്കുന്നില്ല, എന്ത് ചെയ്യണം? മറുപടിയാണ്, കുഞ്ഞിന് വിശപ്പുണ്ടാകാൻ അനുവദിക്കുക. ഇടയ്ക്കിടെ സ്നാക്സ് കൊടുക്കാതെ 3 മണിക്കൂർ ഇടവേള നൽകി ആഹാരം നൽകുക. അവർ കളിച്ചു നടക്കുമ്പോൾ ആഹാരം നൽകാൻ ശ്രമിക്കുക. അടുത്ത ചോദ്യമാണ്, പാല് കുടിക്കുന്നത് തൂക്കം കൂടാൻ സഹായിക്കുമോ? ഉത്തരമാണ്, 1 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പശുവിൻ പാൽ നൽകരുത്. ഇത് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകും. 1 വയസ്സിന് ശേഷം മാത്രം പാൽ നൽകാം. മൂന്നാമതായി, കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നത് തൂക്കം കൂടാൻ സഹായിക്കുമോ? മറുപടിയാണ്, തീർച്ചയായും കുഞ്ഞുങ്ങൾ ഉറങ്ങുമ്പോഴാണ് അവരുടെ വളർച്ചാ ഹോർമോണുകൾ പ്രവർത്തിക്കുന്നത്. ദിവസം 12 മുതൽ 14 മണിക്കൂർ വരെ ഉറക്കം കുഞ്ഞിന് അത്യാവശ്യമാണ്. അവസാനമായി എനിക്ക് പറയാനുള്ളത്, തൂക്കം എന്നത് വെറുമൊരു അക്കമാണ്. നിങ്ങളുടെ കുഞ്ഞ് എത്ര നന്നായി കളിക്കുന്നുണ്ടോ, വിളർച്ചയില്ലാതെ ഇരിക്കുന്നുണ്ടോ, കൃത്യമായി മലമൂത്ര വിസർജനം നടത്തുന്നുണ്ടോ എന്നതാണ് നിങ്ങൾ നോക്കേണ്ടത്. ആരോഗ്യവാനായ ഒരു കുഞ്ഞ് എന്നാൽ തടിച്ച കുഞ്ഞ് എന്നല്ല അർത്ഥം. പോഷകസമൃദ്ധമായ ആഹാരം സ്നേഹത്തോടെ നൽകുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ പരിമിതമായ അറിവുകളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുന്നു. ഈ വീഡിയോ മറ്റമ്മമാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റായി ചോദിക്കാം. തെറ്റുകുറ്റങ്ങളുണ്ടാകാം, അതും കമൻറ്റായി പറയാം നിങ്ങൾക്ക്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.